തുടരും സിനിമയുടെ ചിത്രീകരണം തീരാൻ വെറും 3 ദിവസം മാത്രമുള്ളപ്പോഴാണ് എഡിറ്റർ നിഷാദ് യൂസഫിൻ്റെ വിയോഗ വാർത്ത അറിയുന്നതെന്ന് സംവിധായകൻ തരുൺ മൂർത്തി. അത് തനിക്കുണ്ടാക്കിയ ആഘാതം വലുതായിരുന്നുവെന്നും തരുൺ പറഞ്ഞു. സിനിമയിൽ മോഹൻലാലിനൊപ്പം ഒരു സീനിൽ നിഷാദ് എത്തുന്നുണ്ട്. ഈ സീനിൻ്റെ ചിത്രീകരണം കഴിഞ്ഞ് വളരെ സന്തോഷത്തിലാണ് മോഹൻലാലിനൊപ്പം സംസാരിച്ച് ഫോട്ടോ എടുത്ത് നിഷാദ് പോകുന്നത്. രാത്രി ഏറെ വൈകിയാണ് വിയോഗ വാർത്ത അറിയുന്നതെന്നും ഹോസ്പിറ്റലിന് പുറത്ത് നിഷാദിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും വരെ കൂടെ ഉണ്ടായിരുന്നുവെന്നും തരുൺ പറഞ്ഞു. റെഡ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ഈ സിനിമയുടെ ചിത്രീകരണം തീരാൻ 3 ദിവസമുള്ളപ്പോഴാണ് ഞാൻ നിഷാദിൻ്റെ വാർത്തയറിയുന്നത്. അതിന് 2 ദിവസം മുന്നേ പാലക്കാട് ഷൂട്ട് ചെയ്യുമ്പോൾ നിഷാദ് എന്നോട് പറഞ്ഞു, എനിക്ക് ലാലേട്ടനൊപ്പം ഒരു സീൻ അഭിനയിക്കാനുള്ള അവസരം തരുൺ എങ്ങനെയെങ്കിലും തരണമെന്ന്. ഇതിനു മുന്നേയുള്ള എൻ്റെ സിനിമയിൽ ചാൻസ് ചോദിച്ചപ്പോൾ കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം അതിനുള്ള സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ ലാലേട്ടനൊപ്പം എന്ന് നിർത്തും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പാലക്കാട്ടേക്ക് നിഷാദിനെ വിളിച്ചു വരുത്തി ഒരു സീൻ അഭിനയിപ്പിച്ചു. ആ സമയം RJ ബാലാജി എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, നിഷാദ് യൂസഫ് എന്ന എഡിറ്റർ എവിടെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് നിൽപ്പുണ്ടെന്ന്. നിങ്ങളുടെ സിനിമയിലേക്ക് വേണ്ടിയാണോ ഒന്ന് കണക്ട് ചെയ്ത് തരാമോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. സൂര്യയ്ക്ക് വേണ്ടിയായിരുന്നു. കങ്കുവ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു സൂര്യചിത്രം വരുന്ന എക്സൈറ്റ്മെൻറ്റും അവനുണ്ടായിരുന്നു. ഇനി വരുന്ന 10 വർഷം നിൻ്റെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് മോഹൻലാലിനൊപ്പം അഭിനയിച്ച് ഒരു ടെൻറ്റിലിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു. ചിരിച്ച് നിഷാദും ലാലേട്ടനും തമ്മിൽ സെൽഫിയും എടുത്തു. അവൻ പോകാൻ നേരത്താണ് ഷെഫീഖ് എന്നെ സ്പോട്ട് എഡിറ്റ് പയ്യൻ വരുന്നത്. നല്ല വർക്കാണ് അവൻ്റേത്. സ്പോട്ട് എഡിറ്ററിൻ്റെ വർക്ക് നിഷാദ് കാണാറുണ്ടായിരുന്നില്ല. കാരണം അത് ഇൻഫ്ലുവൻസ്ഡ് ചെയ്താൽ പിന്നെ അവരുടെ വർക്കിൽ അത് വരും. പക്ഷെ നിഷാദ് ഷെഫീഖിൻ്റെ എഡിറ്റ് കണ്ടു. അതെനിക്ക് കൗതുകമുള്ള കാര്യമായിരുന്നു. കാരണം വേറെ ഒരാളുടെയും വർക്ക് നിഷാദ് ഇതുപോലെ കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിഷാദ് അവനോട് കൊള്ളാമെന്ന് പറയുന്നതും കൈ കൊടുക്കുന്നതും ഞാൻ ആദ്യമായാണ് കാണുന്നത്. മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ അവസരമുണ്ടാക്കിയതിനും എല്ലാം അവൻ നന്ദി പറഞ്ഞ് കങ്കുവയുടെ വർക്കിന് പോയത്. തുടരും സിനിമയുടെ ഒരു സീൻ ഷൂട്ട് ചെയ്ത് രാത്രി വന്നപ്പോൾ ബോബി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ 3 മണിക്ക് മെസ്സേജ് അയച്ചു, നമ്മുടെ നിഷാദ് പോയി എന്ന്. പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല. ബിനുചേട്ടനെ വിളിച്ച് റൂമിലേക്ക് വരുത്തി കാര്യം പറഞ്ഞപ്പോൾ പുള്ളിയും ഞെട്ടി. ഒരുപാട് പേരെ വിളിച്ചിട്ടും ആരും ഫോൺ എടുക്കുന്നില്ല. ഖാലിദ് റഹ്മാനെ വിളിച്ചപ്പോൾ അവനാണ് പറഞ്ഞത് നിഷാദ് ആത്മഹത്യ ചെയ്തതാണെന്ന്. അതൊരു വല്ലാത്ത ഷോക്കായിരുന്നു. കഴിഞ്ഞ ദിവസം വളരെ സന്തോഷത്തിലിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത് എനിക്ക് വിശ്വസിക്കാനായില്ല. ഉടനെ എറണാകുളത്തെ ഹോസ്പിറ്റലിന് പുറത്തു പോയി ഞങ്ങളും നിന്നു. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല, അറിയുകയും വേണ്ട. മലയാള സിനിമയ്ക്കുണ്ടായത് ഏറ്റവും വലിയ നഷ്ടമാണ് നിഷാദ് എന്ന എഡിറ്ററെ എന്നും തരുൺ പറയുന്നു.